ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലുവിൻ്റെ മാഗസിനായിട്ടുള്ള ഗുഡ് ലൈഫിൽ ഇത്തവണത്തെ റമദാനിന് ഞാൻ കുറച്ച് റെസിപ്പീസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ ഒരു റെസിപ്പി ഇത്തവണത്തെ മാഗസിനിൽ വന്നിട്ടുണ്ട്. ലുലുവിൻ്റെ മാഗസിനാണ്. അപ്പോൾ ഇത് ലുലുവിൽ UAE എവിടുത്തെ ലുലുവിൽ പോയാലും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഈ ഒരു കോപ്പി കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പം എടുത്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, നമ്മൾ തന്നെ ഫോട്ടോ ഇങ്ങനെ മാഗസിനിലൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ താങ്ക് യു ഗുഡ് ലൈഫ്, താങ്ക് യു ലുലു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ശരിക്കും വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയതായിരുന്നു. അപ്പോൾ വരുന്ന വഴിയാണ് ലുലുവിൽ കയറിയത്. അപ്പോൾ ഇന്നലെ പോയ ആ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗ് ഞാൻ നാളെ ഷെയർ ചെയ്യാം. കിട്ടിലും വ്ളോഗ് നാളെ വരുന്നുണ്ട്. 2 റെസിപ്പീസാണ് ഞാൻ ഈ ഒരു മാഗസിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പം ഒരു റെസിപ്പിയാണ് ഇപ്പം ഈ ഒരു മാഗസിനിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത മാഗസിനുണ്ടാകും. പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആ ഒരു റെസിപ്പി വീഡിയോയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. കുനാഫ റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേരുവകൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇത്രയുമാണ് നമുക്ക് ഈ കുനാഫ റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ചേരുവകൾ. അതിൽ മെയിനായിട്ട് വേണ്ടത് കത്തൈഫി ഡോ ആണ്. കുനാഫ ഡോ അല്ലെങ്കിൽ കത്തൈഫി ഡോ എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 500 ഗ്രാമിൻ്റെ ഒരു പാക്കിൽ നിന്ന് 250 ഗ്രാം എടുത്തിട്ടുണ്ട്, പകുതിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ മൊസറല്ല ചീസാണ്. പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ 100 ഗ്രാം ബട്ടർ മെൽട്ടാക്കിയതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിക്കാൻ നേരം നമ്മളൊന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും. ഇതിപ്പം നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചുള്ള ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ കുനാഫ റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ചേരുവകൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കത്തൈഫി ഡോ അല്ലെങ്കിൽ കുനാഫ ഡോ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പുറത്ത് വയ്ക്കണം. ഫ്രീസറിലാണ് കുനാഫ ഡോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതെടുത്ത് കുറച്ച് നേരം പുറത്ത് വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടിച്ചെടുക്കരുത്. നമ്മൾ സാധാരണ കുനാഫ ഉണ്ടാക്കുമ്പം അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് പൊട്ടിക്കാണ്ട് നമുക്ക് നീളത്തിലുള്ള ഒരു റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നീളത്തിൽ തന്നെ നമുക്ക് എടുക്കണം. ഇത് കൈകൊണ്ട് നന്നായിട്ട് ലൂസൺ ചെയ്ത ശേഷം ഒരു നീളത്തിൽ ഒരു പീസ് എടുക്കുക. അത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നീളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു പ്ലസ് ഷേപ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം എടുക്കുക ഒരു ബൗളിൽ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ചീസ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ മറ്റേ അറ്റം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സൈഡിലും കുറച്ച് വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ദാ ഇങ്ങനെ റോൾസ് എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ റോൾസൊക്കെ ഇതുപോലെ ഒരു ട്രേയിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ട് അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമ്മളിപ്പം 250 ഗ്രാമിൻ്റെ കുനാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു 8-10 റോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കട്ടിയിൽ ഉണ്ടാക്കേണ്ട റോൾസ്, കുറച്ച് തിന്നാക്കിയിട്ട് റോൾസ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ ചീസ് ഒരുപാട് വെച്ച് കൊടുക്കണ്ട. കുറച്ച് അതിനകത്ത് ആ ഒരു കട്ടിയിൽ വെക്കാൻ പറ്റുന്ന പാകത്തിൽ മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ റോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10 റോൾസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഇത്രയും ഡോ കൊണ്ട്. ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ റോൾസിൻ്റെ മുകളിലേക്ക് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയോളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബട്ടർ ഈ റോൾസിൻ്റെ 2 സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുനാഫ റോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ ഒരു 25 to 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വയ്ക്കുക. മിഡിൽ റാക്കിലാണ് വെച്ചിട്ടുള്ളത്. താഴെയും മേലെയും കോയിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബേക്ക് ചെയ്ത ശേഷം മുകളിൽ നന്നായിട്ട് ക്രിസ്പ് ആവുന്ന വരെ ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്ത ശേഷം മുകളിൽ നമ്മൾ സിറപ്പ് ചൂടോട് കൂടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഇളം ചൂടുള്ള സിറപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കുനാഫ റോൾസ് എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് വേണം സെർവ് ചെയ്യാൻ. അതുപോലെ ഒന്ന് ഡെക്കറേഷനായിട്ട് കുറച്ച് പിസ്താച്ചസ് പൗഡേർഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അത് പുതുമയുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. അതിനി അടുത്ത മാഗസിനിലുണ്ടാകും. അപ്പോൾ അടുത്തായിട്ട് ഒരു അൺബോക്സിംഗ് ആണ്. റീനിന് വാങ്ങിച്ചൊരു സംഭവമാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അവൾ കുറേ കാലമായിട്ട് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇന്നലെയാണ് അത് വാങ്ങിച്ചത്. ഇന്ന് കയ്യിൽ കിട്ടി. റോസുവിൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ആണ്. അപ്പം അവൾക്ക് കേളി ഹെയർ വേണമെന്ന് പറഞ്ഞിട്ട് മുടി ഇങ്ങനെ മെടഞ്ഞൊക്കെ ഇട്ടതാണ്. മെടഞ്ഞിട്ടിട്ട് പിന്നെ അത് അഴിക്കുമ്പം ഇങ്ങനെ കേളി ആയിട്ട് വരുമല്ലോ. അവൾക്കിപ്പം ആ ഒരു സ്റ്റൈലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് മുടി കാണാനിങ്ങനെ. അപ്പോൾ ഇതാണ് സംഭവം. കാലിഗ്രഫി ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യുന്ന പെന്നാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഈ ഒരു പെന്ന് വേണമെന്ന് പറഞ്ഞ് നടക്കുവാണ്. ഇപ്പം അവൾ കാലിഗ്രഫി ഓൺലൈൻ വഴി പഠിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഈ ഒരു പെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പെന്നില്ലായിട്ട് പഠിക്കാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പം കാലിഗ്രഫിയൊക്കെ പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പെന്നാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നീട് കമൻറ്റിൽ കൊടുക്കാം. നാട്ടിലുള്ളവർക്കുള്ള ലിങ്കും ഉണ്ട്, അതുപോലെ UAE-ലുള്ളവർക്കുള്ള ലിങ്കും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ശരിക്കുള്ള വോയിസ് കൊടുക്കണം എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പം സീനാകെ മാറി. ഭയങ്കര തല്ലായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലായിരുന്നു. കാരണം റീന് കുറേ കാലത്തിന് ശേഷം കിട്ടിയൊരു പെന്നാണ് കേട്ടോ. ഓർഡർ ചെയ്തിട്ട് പറഞ്ഞ് കിട്ടിയൊരു പെന്നാണ്. അപ്പോൾ അത് അവൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. റോസും ആണെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുവാണ്. അപ്പോൾ ഇതാണ് പെന്ന്, കാലിഗ്രഫി പെന്നെന്ന് പറയും. അപ്പോൾ 2 വാങ്ങിച്ചുകൊണ്ട് ഒന്ന് എന്തായാലും അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കലായിരുന്നു. പക്ഷേ ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വെറുതെ കളിക്കാനുള്ള പെന്നല്ല. പിന്നെ കുറച്ച് റേറ്റും ഉണ്ട്. കുറച്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർക്കൊക്കെ 200 റുപ്പീസ് എങ്ങാനുമാണ് തോന്നുന്നു ഒരു പെന്നിന്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ UAE-ൽ 30-40 ദിർഹംസ് എങ്ങാനുമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒക്കെയാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത് കിട്ടാഞ്ഞിട്ട് റോസു അവിടെ ഇരുന്നിട്ട് കരയുവാണ്. കുറേ നേരം ഇരുന്ന് കരഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാബ്രിക് കളേഴ്സൊക്കെ. ഞാൻ പിന്നെ കൊടുക്കാറില്ല. ഇവിടെ മൊത്തം പെയിൻ്റ് ആക്കുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാറില്ല. അപ്പോൾ കരഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനത് കൊടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാബ്രിക് കളേഴ്സ്. അത് വെച്ചിട്ട് കളേഴ്സൊക്കെ ചെയ്യുന്നത്. ഞാൻ മാക്സിമം സ്കെച്ച് പെന്നും ക്രയോൺസൊക്കെ കൊടുക്കാറുള്ളൂ. ഇതാകുമ്പം അവിടെയൊക്കെ കളറാക്കുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാറില്ല. അപ്പോൾ അത് കൊടുത്തപ്പം കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്നു. സന്തോഷമായി. കഴിഞ്ഞ വീഡിയോയിൽ മക്കളെ കാണിക്കാത്തതുകൊണ്ട് ഇത്തവണ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ടോ. ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഭയങ്കര പാട്ട് കേൾക്കുന്നു. ഇവിടെ കുട്ടി ഭയങ്കര കരച്ചിൽ. പപ്പ പാട്ട് കേട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. പാട്രിക് ആവൂലേ? പാട്രിക് ആവൂലേ? നോക്കട്ടെ. ആ അത് തന്നെ. നോക്കട്ടെ. പാട്രിക് എന്താണ് പേര്? പാട്രിക് മൈക്കിൾ. നല്ല വോയിസാണ്. ഫുൾ ടൈം മൂപ്പരെ കവർ സോങ്സ് കേൾക്കുന്ന പണി. എന്ത് നിർത്തി?
കുട്ടി പാട്ട് കേൾക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടണം. റൂയി പപ്പ ദുബായിൽ നിന്നതാ. നീ കുട്ടിക്കും കളിപ്പിച്ചെടുക്കുന്നുണ്ട്. എവിടെ പപ്പൊരു കുട്ടിയാണ്. എവിടെയായിരുന്നു? എന്താണ് തിന്നാ റോസ് ഇവിടെ. റോസിൻ്റെ നോക്കട്ടെ. വരുന്നുണ്ട്, അടുത്ത ആള് വരുന്നുണ്ട്. ആയിഷ ഇതെന്ത് സംഭവം? റെയിൻബോ ആണ്. ഇപ്പൊ ഹാപ്പി ആയോ? വേണ്ട, റീൻ്റെ കളറല്ല, റീൻ്റെ പെണ്ണാ. റീൻ ഇവിടെ നോക്കട്ടെ 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 റീൻ നോക്കട്ടെ. കൈ എടുക്ക റീസ. ഭയങ്കര അതും കോൺസെൻട്രേഷൻ്റെ ആളാണ്. അവൾ കാലിഗ്രാഫി എഴുതി പഠിക്കുകയാണ്. മതി 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 ഇനി നാളെട്ടാ ബാക്കി. ഞാൻ തന്നത് ഇടങ്ങറാണ്. എന്താ റോസു? ഇതാ ഇതാ ഏത് ബിഗ് ബോസ് കളർഫുൾ ആക്കി. ബിഗ് ബോസ് കണ്ണ് അത് നല്ല കൺസെപ്റ്റ് തന്നെയാണ്.